ബിരിയാണി കണ്ടു. സൂപ്പർ അടിപൊളി ബിരിയാണിയാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നാണ്. എന്റെ ഫ്രണ്ടിനെ കാണാൻ ഫ്രണ്ടാണ് എന്നെ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞാൻ ബീഫ് വാങ്ങിച്ച് എന്റെ വൈഫ് ചിക്കൻ വാങ്ങിച്ച് ഞാൻ രണ്ടും നിന്നു. ഈ ഇരിക്കുന്നത് ഫുള്ള് ഇവിടെ അടിക്കണ ഓർഡർ. എറണാകുളത്ത് കലൂര് ടൗണിലാണ് നിൽക്കണേ. ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ടൗണാന്ന് വിചാരിക്കില്ല. ടൗണിന്റെ സെന്ററിൽ നല്ലൊരു അടിപൊളി ബിരിയാണി ഇടുന്ന ബിരിയാണി സ്റ്റോറിലാണ് തോന്നുന്നത്. നമ്മള് ബിരിയാണീസ് മാത്രമേ ചെയ്യാനുള്ളൂ. ഇപ്പൊ ചെയ്യണത് മലബാറിലെ ദം ബിരിയാണി. അതിൽ ചിക്കൻ ബീഫ് മട്ടൺ ഉണ്ട്. നമ്മൾ കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ട് ദമ്മ് പൊട്ടിക്കൊണ്ടിരിക്കണ്ട. പിന്നെ ബാംഗ്ലൂരിലെ ദൊണ്ണ ബിരിയാണി, അതിലിപ്പോ ചിക്കൻ മാത്രമാണ് ചെയ്യണത്. അതിന്റെ കൂടെ സെർവ് ചെയ്യാൻ കബാബ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ലൈം ജ്യൂസസും. ഇവരുടെ പാർസൽ സെക്ഷനിൽ കാണുന്നത് എല്ലാം പാർസലായിക്കൊണ്ടിരിക്കും. ഇവിടെ ഡൈനിങ് കൂടുതൽ പോണത് ടേക്ക് അവേ ആണ്. നമ്മൾ ബിരിയാണി കഴിക്കാൻ വന്നേക്കുന്നിടത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു ഷോപ്പിന്റെ റിവ്യൂ ഞാൻ ഗൂഗിളിൽ നോക്കിയായിരുന്നു. റിവ്യൂ ആണ് നമ്മൾ ഇവിടെ എത്തിച്ചത്. നമ്മള് രാവിലെ 11 o'clock ഓപ്പൺ ആണ്. 4:30 ഡൈനിങ് ക്ലോസ് ചെയ്യും. മട്ടൺ ഫ്രൈഡേ ടു സൺഡേ ആണ് ഇപ്പൊ ചെയ്യുന്നത്. ട്യൂസ്ഡേ ടു സൺഡേ ആണ്. മൺഡേ ഓഫ് ആണ്. എന്തായാലും ഞാൻ മലബാർ മട്ടണിൽ തന്നെ തുടങ്ങാം. എല്ലാ തവണയും മട്ടൺ നിനക്കാണല്ലോ. ഓ നോക്കി നോക്കടാ മോനെ. ഓ അത് പൊട്ടിക്കേ. നീ പൊട്ടിക്കാനില്ല, നീ അത് കൂട്ടിയിട്ടില്ല. സലാഡ് അച്ചാർ ഉണ്ടെന്ന് എനിക്ക് നല്ല താല്പര്യം തോന്നുന്നുണ്ടോ. ഇച്ചിരി അച്ചാറും മട്ടന്റെ പീസും കൂട്ടിയിട്ട് അടിപൊളി ബിരിയാണി കേട്ടോ. കഴിച്ചിരുന്നിട്ട് ചെറിയൊരു പുഞ്ചിരി വന്നപ്പോ എനിക്ക് മനസ്സിലായി സംഭവം കൊള്ളാം. സംഭവം കിട്ടിക്ക്. മട്ടൺ താനെടുത്ത സ്ഥിതിക്ക് ബാംഗ്ലൂർ ദൊണ്ണ ബിരിയാണി, മലബാർ ബീഫ് ബിരിയാണി, ബാംഗ്ലൂർ കബാബും ഞാനെടുത്തു. ഇതിൻ്റെ കൂടെ അച്ചാറില്ല, ഗ്രേവിയാണ്, മുട്ടയുണ്ട്. മുട്ട ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല കേട്ടോ. ഒരു കടി കടിക്കട്ടെ. ചിക്കൻ അടിപൊളി. റൈസ് എങ്ങനെ നോക്കി. എങ്ങനെയുണ്ട്? കഴിഞ്ഞ ആഴ്ച നീ ബാംഗ്ലൂർ പോയിട്ട് വന്നല്ലേ? നമ്മ ബാംഗ്ലൂരിൽ നിന്ന് കഴിച്ചിട്ടില്ല അതേപോലെ തന്നെ കേട്ടോ. അടിപൊളി. ബാംഗ്ലൂരിന്റെ സ്പെഷ്യലാണ് ബാംഗ്ലൂർ കബാബ്. കിടിലൻ. കുറച്ച് പിക്കിള്, ബീഫ്, ഏലക്കായ, വില്ലൻ. എപ്പടി ഇരിക്കുക. കൊള്ളാം. ഈ ബിരിയാണികൾക്ക് വേണ്ടി ഒരൊറ്റ പേരിടാം, അടക്കാമരത്തോട്ടത്തിലെ ബിരിയാണി. ബിരിയാണി കഴിക്കുമ്പോ അതിന്റെ കൂടെ 1 മിനിറ്റ് ലൈം കഴിക്കാൻ മറക്കണ്ട. കിട്ടില്ല സാധനം അല്ലേ? കലക്കൻ. പൈനാപ്പിളും കൊള്ളാം, മിന്റും കൊള്ളാം. പക്ഷെ മിന്റാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കലൂര് വൈലോപ്പിള്ളി ലൈനിലാണ്. സ്റ്റേഡിയത്തിന് ഏകദേശം 1 കിലോമീറ്റർ. ഇവിടുത്തെ ബിരിയാണി അടിപൊളിയാണെങ്കിലും ഇവിടുത്തെ ഇങ്ങോട്ട് വരാനുള്ള വഴി കുറച്ച് ഇടുങ്ങിയതും പാർട്ടി സ്പേസ് കുറച്ച് ലിമിറ്റഡും ആണ്. അപ്പോൾ വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് സഹകരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ബൈ.